നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, മുളക് നമ്മുടെ എരിവനുസരിച്ചിട്ടെടുക്കണേ, പിന്നെ 2 തണ്ട് കറിവേപ്പില, അല്പം ഉപ്പ്, വെളിച്ചെണ്ണ. ഈ സവോളയും തക്കാളിയെല്ലാം ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ സവോളയും പച്ചമുളകും കറിവേപ്പിലയും അല്പം ഉപ്പ് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. കണ്ടോ, ഞാൻ ഈ സവോളയും പച്ചമുളകും കൂടെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അരഞ്ഞു പോയിട്ടില്ല, ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിനകത്തേക്ക് ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. ഞാൻ തക്കാളി ഇട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കറക്കേ ആവുള്ളൂ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആവശ്യം അനുസരിച്ച്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ചോറുണ്ണുമ്പോൾ പുളിയൊക്കെ ഉള്ളൊരു കറി കൂട്ടിയാണ് ചോറുണ്ണുന്നതെങ്കിൽ ഇതിനകത്ത് നമ്മൾ വേറെ വിനാഗിരി ഒന്നും ഒഴിക്കണ്ട. ഇനിയിപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കൂട്ടാം. നമുക്ക് ഇച്ചിരി പുളി വേണം ഈ ചമ്മന്തിക്കെങ്കിൽ അല്പം വിനാഗിരി ഒഴിച്ചാൽ നന്നായിരിക്കും. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. ഇതിപ്പം സമയമില്ലാത്തവർക്കും അതുപോലെ കുറേ ആൾക്കാർക്ക് ഇത് അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അവർക്കത് ഉപകാരമാകും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും ചോറിനോണ്ടിരിക്കുമ്പോൾ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. പിന്നെ ഈ ചമ്മന്തിക്ക് ഉപ്പും തക്കാളി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ചമ്മന്തി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.